ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് സലീം കുമാർ. നടൻ എന്നതിലുപരിയായി സംവിധായകനും മിമിക്രി താരവും ഒക്കെയാണ് സലീം കുമാർ. തന്റെ ജാതകം എഴുതിയതിനെ കുറിച്ചുള്ള ഒരു രസകരമായ കഥ പറയുകയാണ് ഇപ്പോൾ താരം. മാത്രമല്ല, തന്റെ പേര് സലീം കുമാർ എന്ന് വന്നതിന്റെ പിന്നിലെ കഥയും മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ നടൻ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തന്റെ പേരിനെ ഏറെ സ്വാധീനിച്ചെന്നാണ് സലീം കുമാർ പറയുന്നത്. അക്കാലത്ത് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടുവാൻ തുടങ്ങി. അങ്ങനെയാണ് തനിക്ക് സലീം എന്ന പേര് വന്നത്. എന്നാൽ ഈ ഒരു പേരിനൊപ്പം കുമാർ എന്നതുകൂടി വന്നത് എങ്ങനെയാണെന്നും താരം വിശദീകരിക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പന് എന്റെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് പറയാം. എന്റെ പേര് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പന്റെ ജാതിപരവും വിപ്ലവാത്മകമായിട്ടുമുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. സ്വന്തം മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകളിട്ടു. ഉദാഹരണത്തിന് എന്റെ പേര് സലീം, അതുപോലെ ജലീൽ, ജമാൽ, നൌഷാദ് എന്നീ പേരുകളൊക്കെ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടുവാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് സലീം എന്ന പേരിടുന്നത്. പേരിനൊപ്പം കുമാർ വന്നതിനും കഥയുണ്ട്. ഈ സലീം എന്ന പേരും കൊണ്ട് ചിറ്റാറ്റുപുഴ LP സ്കൂളിൽ ചേർക്കുവാൻ ചെന്നു. അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അച്ഛനും അന്ന് അതേക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതിയെന്ന് പറയുകയുണ്ടായി. അങ്ങനെ സലീമിനൊപ്പം കുമാർ കൂടി ചേർത്ത് എന്നെ ഹിന്ദുവാക്കി. 5ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായെന്നാണ് നടൻ തമാശ രൂപേണ പറയുന്നത്. അതേസമയം തന്നെ മാതാപിതാക്കളുടെ 8 മക്കളിൽ ഇളയവനായിട്ടാണ് സലീം കുമാർ ജനിക്കുന്നത്. 8 മക്കളായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാതകമൊന്നും എഴുതിയിരുന്നില്ല. കാരണം അത്രയും പേർക്ക് എഴുതുവാൻ ഒത്തിരി കാശാകും. ജാതകം പോയിട്ട് ഞങ്ങൾ ജനിച്ച സമയം പോലും അമ്മയ്ക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മൂത്തമകന്റെ ജാതകം എഴുതിക്കുമ്പോൾ എനിക്കും ഒരു ജാതകം വേണമെന്ന് തോന്നി. അങ്ങനെ അമ്മയോട് പോയിട്ട് എൻ്റെ ജനന തീയതി ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, കടയിലെ അമ്പിയുടെ 56-നാണ് നിന്നെ പ്രസവിച്ചതെന്ന്. അമ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയാണ്. അവളോട് പോയി ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം നടൻ ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ജാതകം എഴുതിക്കണമെന്ന് അദ്ദേഹത്തോട് ആഗ്രഹമുള്ളതായി പറഞ്ഞു. അതിനെന്താണ്, കമ്പ്യൂട്ടർ ജാതകമുണ്ടല്ലോ, കൊടുത്താൽ അപ്പോൾ തന്നെ കിട്ടുമെന്ന് പുള്ളി പറയുകയും ചെയ്തു. 1969-ലാണ് ജനനം. കന്നിമാസമാണ്, ആയില്യമാണ് നാളെന്നും പറഞ്ഞു. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ജാതകം. അതിൽ കൃത്യമായി എഴുതിയിരിക്കുകയാണ് ഞാനൊരു മിമിക്രിക്കാരനാകുമെന്നും സിനിമാക്കാരനാകുമെന്നും ഒക്കെ. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ജാതകത്തിന് ഇത്ര ശക്തിയുണ്ടോ എന്നൊക്കെ വിചാരിച്ചുവെന്നും സലീം കുമാർ പറയുന്നുണ്ട്. മകന്റെ ജാതകത്തിൽ എഴുതിയത് അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാകുമെന്നാണ്. എനിക്കത് കണ്ട് സന്തോഷമായി. അങ്ങനെ ഡോക്ടറാകുമെന്ന് പറഞ്ഞ മകനിപ്പോൾ LLBക്ക് പഠിക്കുകയാണ് എന്നും സലീം കുമാർ പറയുന്നുണ്ട്. അന്ന് എൻ്റെ ജാതകം എഴുതുവാൻ എളുപ്പമായിട്ടുണ്ടാകും. കാരണം സലീം കുമാറിനൊരു ജാതകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ മതിയല്ലോ എന്ന് നടൻ തമാശ രൂപേണ പറയുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.